ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റു. അപ്പോൾ എൻ്റെ പച്ചക്കറികളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വന്ന് കുറച്ച് ഉരുളക്കിഴങ്ങും സബോളയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങ് വഴറ്റി ഒരു മെഴുക്ക് വരട്ടി പോലെ ആക്കി ചോറിന് കൊടുത്ത് വിടാമെന്ന് ഓർത്തിട്ട് വന്നിരുന്ന് അരിയുവാണ് കേട്ടോ. ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ രാത്രി കിടക്കുന്നത്. ഈ ഒരു മേശപ്പുറത്ത് എല്ലാം എടുത്ത് വെച്ചേക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് എൻ്റെ പണികളെല്ലാം എളുപ്പമാണ് കേട്ടോ. വെള്ളം മാത്രം എടുത്ത് വെക്കാൻ മറന്നുപോയി. പിന്നെ പുറത്ത് അമ്മയുണ്ട് കേട്ടോ. പുറത്ത് അടുക്കളയിൽ അമ്മ ചോറ് വെക്കാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ചോറ് മാത്രം വെക്കുന്ന അമ്മയാണ് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം അരിയുവാണ് കേട്ടോ. ഇനി അതൊക്കെ പെട്ടെന്ന് തന്നെ മെഴുക്ക് വരട്ടി ആക്കണം. പിന്നെ ഇതൊക്കെ പെട്ടെന്ന് ആവി കയറിയ വേകുന്ന സംഭവങ്ങളായതുകൊണ്ടും പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ റെഡിയാക്കുന്നില്ല കേട്ടോ. കാപ്പിക്കൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പണിയൊക്കെ അങ്ങ് പെട്ടെന്ന് തീരും കേട്ടോ. പിന്നെ എൻ്റെ ഗ്യാസ് ഏകദേശം തീരാറായിരിക്കും കേട്ടോ. അതുകൊണ്ട് പേടിയാണ്. വെച്ചാൽ നമ്മളിത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണോ പെട്ടെന്ന് തീർന്നു പോകണമെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാസ് കുറ്റി പൊക്കി നോക്കും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് അരിഞ്ഞു, എണ്ണ ഒഴിച്ചു, ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു. അതിന് ശേഷം കടുകിട്ട് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടിയും കൂടെ മൂപ്പിച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങ് സബോള അങ്ങ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. എല്ലാ കൂട്ടും ഒരുമിച്ച് അരിഞ്ഞാണ് കേട്ടോ ഞാൻ വഴറ്റുന്നത്. അങ്ങനെ അതെല്ലാം പെട്ടെന്ന് അങ്ങ് വഴറ്റി റെഡിയാക്കി വെക്കുവാണ് കേട്ടോ. അതിന് ശേഷം എനിക്ക് ബാക്കി പാത്രമൊക്കെ കഴുകാനായിട്ട് പോകാമല്ലോ. എല്ലാ വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം എപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ കാണിക്കുന്നത്. അതൊക്കെ കൊണ്ട് എല്ലാം ഒന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അങ്ങനെ കറിയെല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി പെറുക്കി അനിയന് ചോറ് കൊടുത്ത് വിട്ടു. അതിന് ശേഷം റൂമിലോട്ട് വന്നപ്പം മൊത്തം അലമ്പായിട്ട് കിടക്കുവാണ് കേട്ടോ. പുറത്തുനിന്ന് കയറി വന്നതിൻ്റെ കാൽപ്പാടും അഴുക്കും ഒക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു എനിക്ക് കയ്യോടുകൂടി അതങ്ങ് റെഡിയാക്കാമെന്ന് ഓർത്തു കേട്ടോ. അതിൽ മുമ്പ് എനിക്കൊരു മുട്ടൻ പണി കിട്ടിയത് കുഞ്ഞുവാവയ്ക്ക് കുറുക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു. കുറുക്ക് തിളയ്ക്കണേന് മുമ്പ് തന്നെ ഗ്യാസ് തീർന്നു കേട്ടോ. എൻ്റെ മനസ്സ് പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ഗ്യാസ് തീർന്ന് പിന്നെ അതൊക്കെ അടുപ്പയിലിട്ട് പെട്ടെന്ന് റെഡിയാക്കി പെറുക്കി എടുത്തു. ഗ്യാസ് ഇരുന്ന സംഭവം കൊണ്ടുപോയി അടുപ്പയിൽ തീ കത്തിച്ചതിന് ശേഷം അടുപ്പയിട്ട് കുറുക്കൊക്കെ റെഡിയാക്കി കുഞ്ഞുമാവയ്ക്ക് കൊടുത്ത് രണ്ടുപേരും കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം വന്നാണ് എൻ്റെ ഈ പണി കേട്ടോ, തുടയ്ക്കൽ. ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് അച്ചിങ്ങ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുമെന്നങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് കേട്ടോ. വിറകൊക്കെ ഏകദേശം തീരാറായി. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് എടുക്കാണ്ട് രക്ഷയില്ല. പക്ഷേ എങ്കിൽ ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്തു കേട്ടോ. തീർന്നപ്പോൾ തന്നെ ഗ്യാസ് ബുക്ക് ചെയ്തു. ചിലപ്പോൾ ഇന്ന് പോയി എടുക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കും കേട്ടോ. അങ്ങനെ ഗ്യാസൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ പോയി എടുക്കുവാണ് കേട്ടോ. ചില സമയത്ത് മാത്രം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുതരും. ചിലപ്പോഴൊക്കെ കൂടുതൽ സമയത്ത് നമ്മൾ അവിടെ പോയി എടുക്കുവാണ്. അതാകുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയി എടുക്കാമല്ലോ. ഇങ്ങനെ അവരെ വെയിറ്റ് ചെയ്തൊന്നും ഇരിക്കണ്ടല്ലോ. അങ്ങനെ അമ്പാടി അവിടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്പാടി എപ്പോഴും ഇവിടെ തുടയ്ക്കാൻ നേരത്ത് ഇറങ്ങി ഓട്ടമാണ്. ഒരു ദിവസം അടിച്ചും തല്ലി വീണ് കേട്ടോ. അതിൽ പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞൊക്കെ ഇരുത്തിയേക്കുന്നതാണ്. തുടയ്ക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങല്ലെന്നൊക്കെ പറഞ്ഞു ഒരു വിധം കേട്ടോ. അങ്ങനെ തുടയ്ക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ടൊന്ന് കുളിച്ച് കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നത്തെ വീഡിയോ ഒക്കെ വൈകുന്നേരമാണ് കേട്ടോ എടുക്കുന്നത്. കാരണം ഗ്യാസ് തീർന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. എനിക്ക് ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ എനിക്ക്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും അതിലിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അകത്താണതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കൂട്ടും അതിലിട്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ പിള്ളേരെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് റൂമിലൊക്കെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് അടുക്കളയിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വന്ന് പിള്ളേരെ നോക്കുകയും ചെയ്യാം കേട്ടോ. അടുപ്പയിലാകുമ്പോഴത്തേക്കും അങ്ങോട്ട് ഇറങ്ങി ചെന്ന് അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തീ നോക്കാൻ പോകണതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് തീ കത്തിക്കാനുണ്ടെങ്കിൽ അടുപ്പയിൽ തന്നെയാണ് എല്ലാ കാര്യം ചെയ്യാൻ എളുപ്പം. കുറുക്കൊക്കെ നമ്മളെങ്ങനെ അടുപ്പയിൽ ഉണ്ടാക്കണം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെയെല്ലാം തുടച്ച് പിന്നെ എൻ്റെ റൂമും ഒന്ന് തുടച്ച് ഹാളും ഒന്നൊക്കെ തുടച്ച് കേട്ടോ. എല്ലാ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അത് വൈകുന്നേരം 3 മണിയായപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മുടെ ഇവിടെ വെച്ചേക്കണ വേസ്റ്റ് ബക്കറ്റിൽ നിന്നുള്ള ചവറെല്ലാം കൂടെ ചിക്കിപ്പെറുക്കി അപ്പുറത്തെ കോഴി വന്ന് മൊത്തം നാശാക്കിയിട്ടേക്കണ രംഗമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ച അവിടെ എല്ലാം ഇതൊക്കെ കളഞ്ഞ് കഴുകി വെച്ച അച്ചിങ്ങയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഗ്യാസ് തീർന്നു പോയല്ലോ. ഇനിയിപ്പോൾ പുറത്തെ അടുപ്പ് തന്നെ ശരണം. അപ്പോൾ അവിടെ നിന്നിട്ട് അരിഞ്ഞ് പെറുക്കി വെക്കുവാണ് കേട്ടോ. ചേട്ടനെ കുഞ്ഞുവാവനെ ഏൽപ്പിച്ചു. അമ്പാടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ പുറത്തെ അടുപ്പായിട്ട് പെട്ടെന്ന് റെഡിയാക്കാമെന്ന് വെച്ചു. ഇപ്പോൾ സമയം ഏകദേശം 3-3:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേക്കും അമ്മ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ചോറ് തിളപ്പിക്കലും കുടിവെള്ളം തിളപ്പിക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ പണിയൊന്നും നടക്കത്തില്ല കേട്ടോ. അപ്പം ഗ്യാസ് എടുക്കാൻ പോയായിരുന്നു കേട്ടോ. ഗ്യാസ് എടുക്കാൻ പോയിട്ട് ഗ്യാസ് വന്നില്ല. അവിടെ കാലിക്കുറ്റി ഒരു കുറ്റി പോലും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അടുത്ത ദിവസത്തേക്കാണ് കേട്ടോ വരുന്നത്. ഇന്ന് പെസഹവേഴാണ് കേട്ടോ. അപ്പം അവർ പറഞ്ഞു നാളെ ദുഃഖവെള്ളിയാണ്. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഗ്യാസ് എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ.
അല്ല എങ്കിൽ പിന്നെ അടുത്ത ദിവസമാണ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത ദിവസം പോലും ക്ഷമിച്ചിരിക്കാനുള്ളൊരിതില്ല കേട്ടോ. അങ്ങനെ ചേട്ടൻ ഗ്യാസ് എടുക്കാൻ പോയിട്ട് തിരിച്ച് വന്നു. അപ്പം നാളെ രാവിലെ പോയി എടുക്കാമെന്ന് വെച്ചു കേട്ടോ. വിളിച്ചിട്ടാണ് വരാവുള്ളതെന്ന് പറഞ്ഞു. കാരണം ഗ്യാസ് കുറ്റി വരുന്ന എപ്പോഴാണെന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അച്ചിങ്ങയൊക്കെ റെഡിയായിട്ട് ഞാൻ അടുപ്പത്തിട്ട് ഉണ്ടാക്കുവാണ് കേട്ടോ. ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചു, തീയെല്ലാം കത്തിച്ചു. അതിന് ശേഷം അവിടെ ഇട്ട് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി. തൊട്ടപ്പുറത്ത് കുഞ്ഞുവാവയും ചേട്ടനും അമ്പാടിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പുക കണ്ണിട്ട് അടിക്കുന്ന കാരണം ഭയങ്കര പാടാണ് കേട്ടോ. ഞാൻ എപ്പോൾ അടുക്കളയിൽ കയറിയാലും അടുപ്പയിട്ട് എന്ത് റെഡിയാക്കാൻ നിന്നാലും ഞാൻ നിൽക്കുന്ന അവസ്ഥയായിട്ടാണ് കേട്ടോ പുകയടിക്കുന്നത്. അല്ലാത്ത സമയത്ത് നമ്മൾ ആരും അവിടെ ഇല്ലെങ്കിൽ പുക നേരെ അപ്പുറത്തേട്ട് പോകും കേട്ടോ. തീയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ എങ്ങാനും നിൽക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തോട്ട് മൊത്തം വീശി അടിക്കും കേട്ടോ. കാറ്റ് പിന്നെ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. കുറച്ച് വിറകൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഈ ഡെയിലി രാവിലെ ആയിട്ട് ചോറും കറിയൊക്കെ ചോറൊക്കെ വെക്കാനുള്ളതല്ലേ. അപ്പോൾ നമുക്ക് തീ കത്തിക്കാൻ വേണമല്ലോ. ഇറക്കിയ തീ കത്തിക്കാനൊക്കെ ഏകദേശം തീർന്ന് പെറുക്കി വരുവാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പം തീ കത്തിക്കാനൊക്കെ മഴക്കാലത്തിന് മുമ്പേ ഇറക്കണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം മില്ലിൽ മൊത്തം നനഞ്ഞ വിറകൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ടും മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഉണക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും കേട്ടോ. നേരത്തെ കാലത്തൊക്കെ ഇനി തീ കത്തിക്കാനൊക്കെ ഇറക്കിയൊക്കെ വെക്കണം. അങ്ങനെ കടുകൊക്കെ വറുത്ത് അച്ചിങ്ങയൊക്കെ മെഴുക്ക് വരട്ടിയാക്കി വെക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. കണ്ണിട്ട് പുകയടിച്ചിട്ടാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല കേട്ടോ. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ പോയി കഴുകി വെച്ചായിരുന്നു. അതിന് ശേഷം 2ാം ട്രിപ്പ് പാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കൂടി ഞാൻ കഴുകി വെക്കാമെന്ന് കരുതി. ഒരു ലോഡ് തുണിയാണെങ്കിൽ അലക്കി വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പെറുക്കിയെടുക്കണം. മഴക്കാറ് വെച്ച് കയറിയിട്ടുണ്ട്. അതൊക്കെ മുന്നേ ആ പണികളെല്ലാം അങ്ങ് പൂർത്തിയാക്കണം. അങ്ങനെ വന്നിട്ട് കുഞ്ഞുവാവയ്ക്കുള്ള കുറുക്കുണ്ടാക്കാനുള്ള ചീനച്ചട്ടിയാണ് കേട്ടോ ഇത്. രാവിലെ കുറുക്ക് ഞാൻ ഗ്യാസായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഗ്യാസ് തീർന്നു പോയത്. പിന്നെ അടുപ്പയിലിട്ട് അതൊക്കെ റെഡിയാക്കി രാവിലെ ഉച്ചയ്ക്ക് ഞാൻ കൊടുത്തു കേട്ടോ. ഇനി വൈകുന്നേരത്തിലുള്ള കുറുക്കും അടുപ്പയിട്ട് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അച്ചിങ്ങ മെഴുക്ക് വരട്ടി ഉണ്ടാക്കണം. തീ പോകുന്നതിന് മുന്നേ കുറുക്കും കൂടി അങ്ങ് റെഡിയാക്കാമല്ലോ. ചെറു തീയിൽ വെച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് അങ്ങ് തിളച്ച് മറിഞ്ഞു പോകും കേട്ടോ. ഒരു ദിവസം ഞാൻ ഇതേപോലെ കുറുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ തീയൊക്കെ കത്തിച്ചിട്ട് അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം കുറുക്കും ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് പോയിട്ട് തീയെല്ലാം കെട്ട് നാശമായിട്ട് പുക കയറി കിടന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇനിയിപ്പോൾ മഴ ഇങ്ങനെ വീഴുന്നതിന് മുന്നേ പോയി തുണിയൊക്കെ എടുക്കണം. അപ്പോൾ കുറുക്കങ്ങ് അടുപ്പയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ നോക്കിക്കോളൂല്ലോ എന്നോർത്തിട്ട് പെട്ടെന്ന് തന്നെ ആ ചട്ടിയൊക്കെ അങ്ങ് കഴുകി എടുക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചിങ്ങയും ക്യാരറ്റും മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇനി അകത്ത് കൊണ്ട് വെക്കണം. അങ്ങനെ അതൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പാത്രത്തിലിട്ട് പകർത്തി വെച്ചതിന് ശേഷം ഞാൻ കുറുക്കും നേരെ അടുപ്പേ കയറ്റി ചേട്ടനെ ഏൽപ്പിച്ചു കേട്ടോ. അതൊക്കെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതൊക്കെ കട്ട കെട്ടിപ്പോകും കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ കട്ട കെട്ടും. പിന്നെ അത് ഉടയാൻ ഭയങ്കര പാടാണ്. കട്ടയായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ ചേട്ടനും കുഞ്ഞുവാവയും കൂടെ അതെടുക്കണ സമയം കൊണ്ട് ഞാനും അമ്പാടിയും പോയിട്ട് തുണിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അമ്പൂട്ടനും ഇതിലെ കളിച്ചൊക്കെ നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ തുണിയൊക്കെ വാരിപ്പെറുക്കി എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ അതൊക്കെ എടുക്കുവാണ് കേട്ടോ. കുറേ തുണി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഞാൻ കൊണ്ടുപോയി അകത്ത് വെച്ചു. അതിന് ശേഷം വന്നാണ് കേട്ടോ അടുത്ത ട്രിപ്പ് എടുക്കുന്നത്. അങ്ങനെ കുഞ്ഞുവാവയുടെ ഉടുപ്പും പിന്നെ അമ്പാടിയുടെ ഉടുപ്പ്, എൻ്റെ കുറച്ച് ഡ്രസ്സ്, ചേട്ടൻ്റെ ഡ്രസ്സ്, അങ്ങനെ ന്യായമായ തുണികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ എനിക്ക് എടുക്കാനും വിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മടക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. മടക്കി എല്ലാം അതാത് സ്ഥാനത്ത് വെക്കണമല്ലോ. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് 2 പേര് ഇവിടെ കിടന്ന് ഭയങ്കര തകർപ്പാണ് കേട്ടോ. അതിൻ്റെ ഓശയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് തുണികളെല്ലാം പെറുക്കി എടുക്കുവാണ്. അമ്പാടിയും ഓടി നടന്ന് എന്താണ്ടൊക്കെ പെറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരേ കളിപ്പാട്ടും വേസ്റ്റും അടപ്പും റീഫില്ലറും എന്തൊക്കെയോ പെറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ തെളിച്ച് പെറുക്കിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ഇപ്പോൾ വലിയ വിഷയമൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു നടുക്ക് കുറച്ച് പുല്ല് മാത്രമുണ്ട്. അതങ്ങനെ അധികം വലിയ ഇതില്ല കേട്ടോ. ഇങ്ങനെ കുറ്റിയായിട്ടൊക്കെ നിൽക്കുന്നതാണ്. നമുക്ക് നിലം കാണാം. അതുപോലെയാണ് കേട്ടോ നിൽക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ നിറച്ചിങ്ങനെ കാട് പോലെ തോന്നുന്നതാണ് കേട്ടോ. അത് വലിയ വിഷയമില്ല. അങ്ങനെ തുണികളെല്ലാം പെറുക്കി എടുത്തിട്ട് പിന്നെ അതൊക്കെ കൊണ്ടുപോയി ഇനി മടക്കലാണ് ഏറ്റവും വലിയ ചടങ്ങ്. ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ ഒരു സ്ഥലത്ത്, അനിയൻ്റെ ഡ്രസ്സൊക്കെ ഒരു സ്ഥലത്ത്, പിള്ളേരുടെ 2 പേരുടെയും ഡ്രസ്സ് 2 കൊട്ടയിലാക്കി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അങ്ങനെ തുണികളെല്ലാം അവിടെ നിന്ന് എടുത്തു. അപ്പോൾ ചേട്ടൻ കുറുക്കൊക്കെ നോക്കിക്കോളും. കുറുക്ക് ഒരുവിധം ആയി വരുമ്പോൾ എന്നെ വിളിക്കും കേട്ടോ. പാകം എനിക്കറിയാവുള്ളൂ, ചേട്ടൻ അറിയില്ല. അതുകൊണ്ട് അങ്ങനെ തുണിയൊക്കെ ആയിട്ട് നേരെ ഞാൻ അകത്തേട്ട് പോയിട്ട് അവിടെ നിന്ന് ഓരോന്നേ മടക്കുവാണ്. കുഞ്ഞുവാവയുടെ തുണി വേറെ കൊട്ടയിലും അമ്പാടിയുടെ തുണി വേറെ കൊട്ടയിലും പിന്നെ നിക്കറുകളൊക്കെ വേറെ കൊട്ടയിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പം. എല്ലാം 2 പേരുടെയും കൂടെ കൂട്ടിക്കുഴച്ച് വെക്കുമ്പോഴത്തേക്കും ഭയങ്കര പാടാണ് കേട്ടോ. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അങ്ങ് എടുക്കാമല്ലോ. അങ്ങനെ അതെല്ലാം അടക്കി പെറുക്കി ചേട്ടൻ്റെ ഷർട്ടൊക്കെ അപ്പുറത്ത് ഹാങ്കർ കൊണ്ടിട്ടു. മുണ്ടൊക്കെ മടക്കി അപ്പുറത്ത് കസേരയിലും ഇട്ടു കേട്ടോ. പിന്നെ മുണ്ടൊക്കെ ഇടാൻ വേണ്ടി ഞാൻ ഒരു ഹാങ്കർ പോലത്തെ സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുവരേക്കും ഭിത്തിയിൽ പിടിപ്പിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. മേടിച്ച് വെച്ചിട്ട് 1 മാസമായി കേട്ടോ.
അങ്ങനെ അവിടെ നിന്ന് തുണികളെല്ലാം പെറുക്കുവാണ്. ഇടയ്ക്ക് ചേട്ടൻ വിളിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുവാണ്. കാരണം ഇതവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. എനിക്കിങ്ങനെ നല്ല വെയിലത്ത് കിടന്ന് ഉണങ്ങിയതിന് ശേഷം ചൂടോടുകൂടി മടക്കി വെക്കാനാണ് കേട്ടോ ഇഷ്ടം. അങ്ങനത്തെ ഇത് കുഞ്ഞുവാവേനെ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് മേടിച്ച കൊട്ടയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഡ്രസ്സൊക്കെ ഈ ഒരു കൊട്ടയ്ക്കകത്താണ് കേട്ടോ വെക്കുന്നത്. അമ്പാടിയുടെ ഡെലിവറിക്ക് പോയപ്പോഴത്തേക്കും മേടിച്ച കൊട്ടയിൽ അമ്പാടിയുടെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. നിക്കറുകൾ വേറെ, ഉടുപ്പുകൾ വേറെ, അങ്ങനെയൊക്കെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. ഈ വീഡിയോ പെസഹവേഴത്തിൻ്റെ അന്നാണ് കേട്ടോ എടുത്തത്. എനിക്ക് ഒട്ടും വയ്യാണ്ട് വന്നതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിച്ച് പോയിട്ടോ. ഇന്നാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പം എല്ലാവർക്കും